الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس ഉസീക്കും അയ്യായ അവലം ബിതഖ്വല്ലാഹ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ക്ഷമയുമായി ബന്ധപ്പെട്ട സ്വബർ എന്ന വിഷയത്തിലാണ് സംസാരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അതേപോലെ തന്നെ ഹദീസുകളിൽ ഒരുപാട് സ്ഥലങ്ങളിലൂടെ സ്വബറിനെ പറ്റി, ക്ഷമയെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ഇസ്ലാമിലെ ഏറ്റവും മഹത്തരമായ ഒരു സൽഗുണമാണ് ക്ഷമ എന്നുള്ളത്. അറബിയിൽ അതിനെ സ്വബർ എന്നാണ് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ അഫ്വ് എന്നും നമുക്ക് കാണുവാൻ സാധിക്കും. മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുന്നതിനെയാണ്, ഒരു പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിനെ സ്വയം നിയന്ത്രിക്കുന്നതിനെയാണ് സ്വബർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ നൽകാൻ കഴിവുണ്ടായിട്ടും, അഥവാ പ്രതികാര നടപടി എടുക്കാൻ നമുക്ക് കഴിവുണ്ടായിട്ടും അത് ചെയ്യാതിരിക്കുന്നതിനെയാണ് അഫ്വ് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്. സത്യവിശ്വാസികളായ ആളുകളെ, നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടുക. എന്നിട്ട് അള്ളാഹു താല പറയുകയാണ്, ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അതാണ് ഈ വിഷയത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. തീർച്ചയായും അള്ളാഹു ക്ഷമിക്കുന്ന ആളുകളുടെ കൂടെയാണെന്ന്. നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ക്ഷമ കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നുവോ അങ്ങനെ ക്ഷമിക്കുന്ന ആളുകളുടെ കൂടെയാണ് അള്ളാഹു ഉണ്ടാവുക എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു, അത്തഹൂർ ശത്റുൽ ഈമാൻ.
വിശുദ്ധി എന്ന് പറഞ്ഞാൽ, ശുദ്ധി എന്ന് പറഞ്ഞാൽ അത് ഈമാനിന്റെ പകുതിയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തൊട്ടടുത്തായി കൊണ്ട് പറയാണ്, വസ്സബ്റു ദിയാഉൻ, ക്ഷമ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രകാശമാണ് എന്ന് വളരെ മനോഹരമായ ഒരു ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ഒരു കാര്യം നമ്മെ പഠിപ്പിക്കും. അഥവാ ശുദ്ധി എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ പകുതിയാണ്. ക്ഷമ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രകാശമാണ് എന്ന്. നോക്കൂ, വിശുദ്ധ ഖുർആനിലെ 90ഓളം സ്ഥലങ്ങളിൽ ക്ഷമനെ പറ്റി, സബറിനെ പറ്റി അള്ളാഹു പറയുന്നുണ്ട് എന്ന്. അപ്പൊ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ക്ഷമ എന്നുള്ളത്. മാത്രവുമല്ല, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞു, വല്ലാഹു യുഹിബ്ബുസ് സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രവാചകരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ, നമ്മളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങൾ മനസ്സിലാക്കിയവരാണ്. പ്രവാചകർ അഭയം തേടി ത്വായിഫിലേക്ക് എത്തിച്ചേർന്നു. ആ ത്വായിഫിലുള്ള ജനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘത്തെയും കല്ലെറിഞ്ഞു എന്ന് വളരെയധികം പ്രയാസപ്പെടുത്തി. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് നടത്തുന്ന ഒരു പ്രാർത്ഥന ഹദീസുകൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചോര ഒലിക്കുന്ന സമയത്ത് ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മഗ്ഫിർലി ഖൗമി, അള്ളാഹുവേ ഈ ജനതക്ക് നീ മാപ്പാക്കണം, അവർക്ക് നീ പുറത്തു കൊടുക്കണം. ഫഇന്നഹും ലാ യഅലമൂൻ, അവർ അറിവില്ലാത്ത ഒരു ജനതയാണ്, അവർക്ക് റബ്ബേ നീ പുറത്തു കൊടുക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലെ തന്നെ ജീവിതത്തിൽ അങ്ങേയറ്റം ഉപദ്രവിച്ച ഒരു ഖൗമിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു എന്നാണ്. ആ പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും, അള്ളാഹു പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും എന്നാണ്. ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് പരീക്ഷണങ്ങൾ കൊണ്ട് നിബിഡമാണ്. അതുകൊണ്ട് അവൻ അവന്റെ ജീവിതത്തിൽ എപ്പോഴും ക്ഷമ എന്ന സ്വഭാവത്തെ അവൻ കാത്തു സൂക്ഷിക്കണം എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. പടച്ച റബ്ബ് പറഞ്ഞു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സബറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. അല്ലാഹു തആല പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചൊക്കെ ഭയം, അതേപോലെ തന്നെ പട്ടിണി, ധനനഷ്ടം, നമ്മളൊക്കെ നന്നായി കാണണം എന്നാഗ്രഹിക്കുന്ന നമ്മുടെ ബിസിനസ്, അതേപോലെ നമ്മുടെ കച്ചവടങ്ങൾ, ഇതൊക്കെ ഒരു സുപ്രഭാതത്തിൽ പൊളിഞ്ഞു പോവുക, അതിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുക, അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ് എന്ന്. അതേപോലെ തന്നെ ജീവഹാനി, നമ്മുടെ വീട്ടിലൊക്കെ ഒരു മരണം സംഭവിക്കുക, നമ്മുടെ കൂടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന വളരെ വേണ്ടപ്പെട്ട ആളുകൾ ഒരു സുപ്രഭാതത്തിൽ മരണപ്പെട്ടു പോവുക, ഇതൊക്കെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് നമുക്ക് വിവരിച്ചു തരികയാണ്. എന്നിട്ട് അല്ലാഹു തആല ആ ആയത്തിനെ അവസാനിപ്പിക്കുന്നത് വബശ്ശിരിസ് സ്വാബിരീൻ എന്നാണ്. അഥവാ ഇങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, അവരിൽ ഏറ്റവും ഉത്തമമാരായിട്ടുള്ള ആളുകൾ ക്ഷമിക്കുന്ന ആളുകളാണ്, അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ക്ഷമിച്ചാൽ ആ പരീക്ഷണങ്ങളെ റബ്ബ് നമുക്ക് ഒരു സന്തോഷ വാർത്തയായി നൽകും എന്നുവരെ ഇതിന്റെ വിശദീകരണങ്ങളിൽ പണ്ഡിതന്മാരായ ആളുകൾ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും ക്ഷമിക്കാൻ, അതിനെ ക്ഷമയോടെ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നോക്കൂ, അള്ളാഹുവിന് ഒരുപാട് പേരുകളുണ്ട്. ആ പേരുകളിലെ ഒരു പേര് എന്ന് പറഞ്ഞാൽ അൽ അഫ്വ് എന്നാണ്. അൽ അഫ്വ് എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ച ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ അൽ ഗഫൂർ, അള്ളാഹുവിന്റെ ഒരു നാമമാണ് അൽ ഗഫൂർ എന്നാണ്. അൽ ഗഫൂർ എന്ന് പറഞ്ഞാൽ മാപ്പ് നൽകുന്നവൻ എന്നാണ് അർത്ഥം. നമ്മളൊക്കെ അള്ളാഹുവിനോട് എത്ര നന്ദികേട് കാണിക്കുന്നുണ്ടാകും ഓരോ ദിവസവും വിശ്വസിച്ചു നോക്കും. നമസ്കരിക്കാതിരിക്കുന്നത് വരെ അതുവരെ നന്ദികേടാണ്. നമുക്കൊരു അനുഗ്രഹം ഉണ്ടാകുമ്പോൾ
ശുക്ർ ചെയ്യാത്തത് വരെ അള്ളാഹുവിനോട് കാണിക്കുന്ന നന്ദികേടാണ്. എന്നിട്ട് വരെ എത്ര പാപം ചെയ്താലും, അള്ളാഹുവിനോട് ഒരു അടിമ എത്ര അതിക്രമം ചെയ്താലും അള്ളാഹു ഗഫൂറായവനാണ്. അഥവാ ആ അടിമയോട്, ആ മനുഷ്യനോട്, തന്റെ ദാസനോട് അള്ളാഹു ക്ഷമിക്കുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിന്റെ പേരുകൾ പരിചയപ്പെടുത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മാത്രമല്ല, ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വിശുദ്ധ റമദാൻ സമായാൽ ഒരുപാട് തവണ ആവർത്തിച്ച് വർത്തിക്കുന്ന ഒരു പ്രാർത്ഥനയെ അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ ഏറെ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, അതേപോലെ തന്നെ വിട്ടുവീഴ്ച ചെയ്യുന്നതിനെ നീ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് റബ്ബേ നീ എനിക്ക് പൊറുത്തു തരണേ എന്ന പ്രാർത്ഥനകൾ വരെ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ചില ആളുകളോട് ക്ഷമിക്കാൻ കഴിയൂല. ചില പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ ആ ആളുകളോട് ക്ഷമിക്കാൻ, വിട്ടുവീഴ്ച ചെയ്യാൻ ചില ആളുകൾക്ക് സാധിക്കുകയില്ല. അങ്ങനെയുള്ള ഒരു ദുസ്വഭാവം ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വഇൻ തഅഫു അഖ്റബു ലിത്തഖ്വ. ആളുകളോട് വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത്, ക്ഷമിക്കുക എന്നുള്ളത് നമ്മുടെ ക്ഷമയുടെ, നമ്മുടെ തഖ്വയുടെ ഏറ്റവും അടുത്ത വിഭാഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും വലിയ മുറിവേൽപ്പിച്ചിട്ടുണ്ടാകും. ചില ആളുകളുടെ സംസാരം നമ്മുടെ ജീവിതത്തിലെ വളരെ വലിയ മുറിവായിരിക്കും. ചില ആളുകളുടെ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുറിവായിരിക്കും. അതിൽ നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും കൂടപ്പറപ്പായ നമ്മുടെ ഏട്ടന്മാർ, അനിയന്മാർ, നമ്മുടെ കുടുംബക്കാരായ ആളുകൾ, വളരെ അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും. പക്ഷേ അവരോട് ക്ഷമിക്കാൻ, അവർ നമ്മളോട് എന്ത് അതിക്രമം ചെയ്താലും സാരല്ല പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവനോട് വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഇസ്സത്ത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫുവിൻ ഇല്ലാ ഇസ്സൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത് അതുവഴി അല്ലാഹു ഒരു ദാസന്, തന്റെ അടിമക്ക് പ്രതാപമല്ലാതെ, ഐശ്വര്യമല്ലാതെ, ഉയർച്ചയല്ലാതെ ഒന്നും നൽകുകയില്ല എന്ന്. നമ്മൾ ഒരാളോട് ക്ഷമിച്ചാൽ, അയാളോട് വിട്ടുവീഴ്ച ചെയ്താൽ നമ്മുടെ പ്രതാപമാണ് ഉയരുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ വളരെയധികം ക്ഷമ എന്ന സ്വഭാവം ഉണ്ടാകണം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ, അതേപോലെ തന്നെ മാതാപിതാക്കളും മക്കളും തമ്മിൽ, ഏട്ടൻ അനുജൻ, അതേപോലെ തന്നെ സുഹൃത്തുക്കൾ തമ്മിൽ ഒക്കെ വളരെയധികം ക്ഷമ എന്ന സ്വഭാവം ഉണ്ടാകും. അവർക്കൊക്കെ ഇടയിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത പല പ്രവർത്തികൾ ഉണ്ടാകും. ചിലപ്പോൾ നമ്മുടെ ഭാര്യ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ മക്കൾ നമുക്ക് ഇഷ്ടമില്ലാത്ത പല സംസാരങ്ങളും നടത്തും, പല പ്രവർത്തികളും ചെയ്യും. ഇവിടെയെല്ലാം പരസ്പര ബഹുമാനത്തോടുകൂടി അവരോട് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ അക്ഷമമായിട്ട് പെരുമാറിയാൽ നമ്മുടെ ഒരു സംസാരം കൊണ്ട്, ഒരു പ്രവൃത്തി കൊണ്ട് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നു. നോക്കൂ, നമുക്ക് കോപമുണ്ടാകുമ്പോൾ, ദേഷ്യമുണ്ടാകുമ്പോൾ നാം നടത്തുന്ന സംസാരം കൊണ്ട് ഒരു കുടുംബം വരെ തകരാൻ അത് കാരണമാകും. അതുകൊണ്ട് ദേഷ്യത്തിന്റെ സമയത്ത് വിട്ടുവീഴ്ചകൾ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത്. സമൂഹത്തിൽ ആളുകളോട്, നമ്മളൊരു റോട്ടിലേക്ക് ഇറങ്ങിയാൽ, വാഹനമായിട്ട് നമ്മൾ ഇറങ്ങുകയാണ്, പല രൂപത്തിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളുണ്ടാകും. ആളുകൾ വെറുതെ ഹോണടിക്കുന്നുണ്ടാകും. അതേപോലെ തന്നെ പിറകിൽ വന്നുകൊണ്ട് നമ്മൾ ശല്യം ചെയ്യുന്നുണ്ടാകും. ഈ സമയത്തൊക്കെ നമ്മൾ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ പല രൂപത്തിലുള്ള പ്രതിസന്ധികൾ അത് മുഖേന നമ്മുടെ വാഹനത്തിന് വരെ ഉണ്ടാകുന്ന, നമ്മൾ അങ്ങനെയുള്ള ഒരുപാട് വീഡിയോകൾ കാണാറുണ്ട്. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു 50 കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പല ആളുകളിൽ നിന്നുണ്ടാകും. ഈ സന്ദർഭങ്ങളിലൊക്കെ
ക്ഷമിക്കാൻ, അതേപോലെ തന്നെ വിട്ടുവീഴ്ച ചെയ്യാൻ. ക്ഷമ കൊണ്ട് നന്മ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കൂ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്, വലാ തസ്തവിൽ ഹസനതു വല സയ്യ, നന്മയും തിന്മയും സമമാവുകയില്ല. അതേപോലെ തന്നെ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, നിങ്ങൾ തിന്മയെ ഏറ്റവും വലിയ നന്മകൾ കണ്ട് പ്രതിരോധിക്കുക എന്ന്. ഒരു തിന്മയെ ഒരു നന്മ കൊണ്ട് എങ്ങനെയൊക്കെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കുമോ, നന്മ കൊണ്ട് പ്രതിരോധിക്കേണ്ടത്. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ശത്രുക്കളെല്ലാം നിങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യാത്തവരെല്ലാം നിങ്ങളിലേക്ക് വരുമെന്നാണ്. ഒരു മനോഹരമായ ആയത്തിൽ അള്ളാഹു ഇക്കാര്യം നമുക്ക് പഠിപ്പിച്ചു തരും. അഥവാ നന്മ തിന്മ സമമാവുകയില്ല, തിന്മയെ നന്മ കൊണ്ട് നിങ്ങൾ തടുക്കുക. എന്നിട്ട് അള്ളാഹു പറയണം, അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾ ഉണ്ടാക്കിയവരെല്ലാം, നിങ്ങൾക്ക് ശത്രുക്കളായവരെല്ലാം നിങ്ങളിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യുന്നു. അത് അള്ളാഹു നൽകുന്ന വാഗ്ദാനമാണ് എന്ന്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു കാര്യമാണ്, അക്രമം കാണിക്കുന്നവനല്ല ശക്തൻ, മറിച്ച് ആളുകളോട് വിട്ടുവീഴ്ച ചെയ്യുന്ന, ക്ഷമിക്കുന്ന ആളുകളാണ് നിങ്ങളിലെ ഏറ്റവും വലിയ ശക്തൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ട്. ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആർക്കും ക്ഷമയില്ലാത്തൊരു കാലഘട്ടം, പ്രത്യേകിച്ച് വളർന്നു വരുന്ന യുവാക്കളെ സംബന്ധിച്ചിടത്തോളം. അവർക്കൊരു കാര്യത്തിലും ക്ഷമയുണ്ടാവുകയില്ല, പെട്ടെന്ന് പ്രതികരിക്കും. ഈ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച കുറെ സുന്നത്തായ കാര്യങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ ഒരു കോപമുണ്ടായാൽ, ഒരു ദേഷ്യം ഉണ്ടാക്കുന്ന പ്രവൃത്തി നമ്മൾ കാണുകയാണ് എങ്കിൽ നമ്മൾ ഉടനെ ചെയ്യേണ്ടത്, ഉടനെ നമ്മൾ മിണ്ടാതിരിക്കണമെന്നാണ്. നമ്മൾ ദേഷ്യപ്പെട്ടാൽ, കോപാകുലരായാൽ പിന്നീട് വരുന്ന സംസാരം എന്ന് പറഞ്ഞാൽ അത് ശൈത്താന്റെ സംസാരമായിരിക്കും. അതുകൊണ്ട് തന്നെ ദേഷ്യം ഉണ്ടായാൽ ആദ്യം നമ്മൾ വേണ്ടത് പരമാവധി മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിൽക്കുകയാണ് എങ്കിൽ ഉടനെ എന്ത് ചെയ്യണം, ഇരിക്കണം. ദേഷ്യം വന്നാല് നിൽക്കുകയാണ് എങ്കിൽ ഉടനെ ഇരിക്കണം. മാത്രമല്ല പ്രവാചകർ പറഞ്ഞു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നവൻ പറയട്ടെ. ദേഷ്യം വന്നാൽ അവൻ പറയട്ടെ. മാത്രമല്ല പ്രവാചകർ പറയുകയാണ്, ആ സ്ഥാനത്ത് നിന്ന്, ആ ദേഷ്യം ഉണ്ടാക്കിയ ഭാഗത്ത് നിന്ന് അവൻ മാറിപ്പോകട്ടെ. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നല്ല കാര്യം. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും താഴ്ന്നു പോവുകയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നന്മകളെ ഉണ്ടാവും. പലപ്പോഴും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഒരു ദേഷ്യം ഉണ്ടായ സമയത്ത് നടത്തിയ സംസാരം പിന്നെ ഒരു ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും, അങ്ങനെ പറയണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് നമുക്ക് പിന്നീട് തോന്നും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സുന്നത്തായ കാര്യങ്ങൾ വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിച്ചു തന്നത്. മാത്രമല്ല മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ, തന്റെ പിതാവിൽ നിന്ന് അകറ്റി ഒരു പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ തന്റെ സഹോദരനോട് ഒരു രാജാവായപ്പോൾ, രാജാവിന്റെ ഒരു ഭരണ സ്വാധീനം തന്നിലേക്ക് എത്തിയപ്പോൾ തന്റെ അനിയന്മാരോട്, സഹോദരന്മാരോട് ക്ഷമിച്ചു എന്ന യൂസുഫ് നബിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു പാഠമാണ്. തന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ തന്റെ കുടുംബത്തിൽ നിന്ന് അകറ്റി താൻ ഒറ്റപ്പെടാൻ കാരണമായ തന്റെ അനിയന്മാരോട് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷമിച്ച ആ ക്ഷമയുടെ മാതൃക. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താൻ ജനിച്ച നാട്ടിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകേണ്ടി വന്നു. ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കി. ഇത്രത്തോളം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ വരെ പ്രയാസപ്പെടുത്തി. അളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലകൾ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ കൊണ്ടുവന്നു. പ്രവാചകരെ കല്ലെറിഞ്ഞ് പ്രയാസപ്പെടുത്തി, ഭക്ഷണം നൽകാതെ പ്രയാസപ്പെടുത്തി. അങ്ങനെ മക്ക വിജയത്തിന്റെ നാളിൽ
തന്നെ ഉപദ്രവിച്ച, തന്നെ പ്രയാസപ്പെടുത്തിയ ആളുകൾ തനിക്ക് മുമ്പിലാണ്, എന്തും ചെയ്യാൻ കഴിയുന്ന സമയം. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, ഇദ്ഹബു, നിങ്ങൾ പോയിക്കൊള്ളുക, ഫഅൻതും തുലഖാഉ, നിങ്ങൾ ഇന്ന് സ്വതന്ത്രരാണെന്നാണ്. ഇന്ന് നിങ്ങളെ ഒരാളും ഒന്നും ചെയ്യുകയില്ല. നിങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകിയിരിക്കുന്നു, നിങ്ങൾക്ക് മാപ്പ് നൽകിയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞതായ പ്രവാചക മാതൃകകൾ ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സഹാബി വന്നിട്ട് ചോദിച്ചു, പ്രവാചകരെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ട ഒരു സ്വഭാവം ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകിയ മറുപടി ലാ തബാഅ എന്നാണ്. നീ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്? കോപിക്കരുത്. ഒരാളോടും നീ എന്ത് ചെയ്യരുത്? ദേഷ്യപ്പെടരുത്. ആ സ്വഹാബി വീണ്ടും ചോദിച്ചു, പ്രവാചകരെ, എനിക്ക് വീണ്ടും ഞാൻ എൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ട ഉപദേശങ്ങൾ നൽകിയാൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങനെ ആവർത്തിച്ചു എന്ന്. ലാ തബാഅ, നീ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്? കോപിക്കരുത് എന്ന്. ക്ഷമ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ക്ഷമിക്കുന്ന ആളുകൾക്ക് അളവറ്റ പ്രതിഫലങ്ങൾ അല്ലാഹു തആല നൽകുമെന്നാണ്. അതുകൊണ്ട് ഈ ഒരു ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെയുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഒരു ഖുതുബയിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. കഴിവുള്ള ആളുകൾ, ആരോഗ്യമുള്ള ആളുകൾ ഹജ്ജ് ചെയ്യാതിരിക്കുന്നത് ഏറ്റവും വലിയ തിന്മയാണ് എന്നുവരെ നമ്മൾ പരിചയപ്പെടുത്തുകയുണ്ടായി. ചില ആളുകൾക്ക് അവരുടെ ശാരീരിക ബുദ്ധിമുട്ട് കൊണ്ട്, ആരോഗ്യം കൊണ്ട്, അതേപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഹജ്ജ് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥകൾ ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്ക് ആശ്വാസമായി ഹജ്ജിന് സമാനമായ ചില കർമ്മങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തന്നു. ഈ ഒരു കാര്യം കൂടി അതിലേക്ക് സൂചിപ്പിച്ചാൽ മാത്രമേ ഹജ്ജ് എന്ന വിഷയം നമ്മൾ സംസാരിച്ചത് പൂർത്തിയാവുകയുള്ളൂ. അഥവാ ഹജ്ജ് ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക്, ആരോഗ്യമില്ലാത്ത ആളുകൾക്ക്, അതേപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക്, ഒരിക്കലും തന്റെ ജീവിതത്തിൽ ഹജ്ജ് ചെയ്യാൻ കഴിയൂല എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക്, അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് സമാനമായി പരിചയപ്പെടുത്തിയ ചില കർമ്മങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് റമളാനിൽ ഒരു ഉംറ ചെയ്യുക എന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വിശുദ്ധ റമളാനിൽ ഒരു ഉംറ നിർവഹിക്കുക എന്നുള്ളത് എന്റെ കൂടെ ഹജ്ജ് ചെയ്തതിന് തുല്യമാണ് എന്നാണ്. ഒരു ഹജ്ജിന്റെ അത്ര പൈസ ഈ ഒരു ഉംറക്ക് വരികയില്ല. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഫജ്ർ നമസ്കാര ശേഷം, ഫജ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് സുന്നത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. സുബഹി നമസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ സാക്ഷ്യം വഹിക്കുന്ന ഒരേ ഒരു നമസ്കാരം. 5 നമസ്കാരങ്ങളിൽ റഹ്മത്തിന്റെ മലായിക്കത്തുകൾ നേരിട്ട് വന്ന് സാക്ഷ്യം വഹിക്കുന്ന ഒരേ ഒരു നമസ്കാരമാണ് ഫജ്ർ നമസ്കാരം എന്നത്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്റിന്റെ സുന്നത്തിനെ പറ്റി പറഞ്ഞത് മരണം വരെ അത് ഉപേക്ഷ വരുത്തിയിട്ടില്ല എന്ന്. എന്നിട്ട് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് ആരെങ്കിലും ഫജ്ർ ജമാഅത്തായിട്ട് നിർവഹിച്ചു, അങ്ങനെ അവൻ പള്ളിയിലിരുന്ന് ഉദയം വരെ ഒരുപാട് ദിക്റുകൾ, പ്രഭാതത്തിൽ ചൊല്ലേണ്ട ഒരുപാട് ദിക്റുകളുണ്ട്, ആ ദിക്റുകൾ ചൊല്ലി ദുആ ചൊല്ലി അവൻ അവന്റെ നമസ്കാര സ്ഥാനത്ത് അങ്ങനെ ഇരിക്കുകയാണ് എങ്കിൽ അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലാണ് എന്ന്. വേറൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ നന്മ പഠിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കടന്നു വരും. പള്ളി എന്ന് പറഞ്ഞാൽ വെറും നമസ്കാരത്തിന്റെ ഗേഹം മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സാംസ്കാരിക കേന്ദ്രമായി. അഥവാ പ്രവാചകർ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ വേണ്ട ഒട്ടുമിക്ക കാര്യങ്ങളും അവരെ പഠിപ്പിച്ചത് പള്ളികളിൽ നടന്നിരുന്ന വിജ്ഞാന സദസ്സുകളിലൂടെയാണ്. അതേപോലെ തന്നെ ഒരാൾക്കുള്ള അഭയ കേന്ദ്രമാണ് പള്ളി എന്ന് പറഞ്ഞത്.
പള്ളി എന്ന് പറഞ്ഞാൽ അതിന് എല്ലാ കാര്യങ്ങളും അതിന് സൗകര്യം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരാൾ നന്മ പഠിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്നു. അയാൾ പള്ളിയിൽ ഇരുന്നു കൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു, അതേപോലെ തന്നെ ആയത്തുകൾ പഠിക്കുന്നു, അർത്ഥങ്ങൾ പഠിക്കുന്നു, പ്രാർത്ഥനകൾ പഠിക്കുന്നു, നമസ്കാരത്തെ പറ്റി പഠിക്കുന്നു. അങ്ങനെ നന്മ പഠിക്കാൻ വേണ്ടി ഒരാൾ പള്ളിയിലേക്ക് പോകുകയാണ് എങ്കിൽ അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ ഒരു 3 ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കുന്ന 3 കർമ്മങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തുന്നു. ഈ നന്മകളെല്ലാം നമുക്ക് കഴിയുന്ന പോലെ സാധിച്ചെടുക്കാൻ കഴിയുന്ന നന്മകളാണ്. ആ രൂപത്തിൽ അതിനെ കണ്ട് അത്തരം നന്മകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ കർമ്മങ്ങളെല്ലാം, എല്ലാവിധ നന്മകളെയും പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന നന്മകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാവിധ തെറ്റുകുറ്റങ്ങളെയും പുറത്തു മാപ്പാക്കി തന്ന് നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമെന്നാഥ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, കുടുംബക്കാരായ ആളുകൾ, സഹോദരങ്ങൾ, പണ്ഡിതന്മാരായ ആളുകൾ, അവരുടെ ഖബറിടത്തെ വിശാലമാക്കി കൊടുക്കണമെന്നാഥ. അള്ളാഹുവെ, ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവെ, അവരുടെ രോഗങ്ങൾക്കെല്ലാം ശമനം നൽകി അനുഗ്രഹിക്കണമെന്നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ജോലികളിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണമെന്നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا